വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അക്കിത. ഞാൻ വന്നിരിക്കുന്ന മറ്റൊരു അടിപൊളി യൂസ്ഫുൾ വീഡിയോ ആയിട്ടാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ, കുറെ പേരുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ് ഭയങ്കര എൻഹാൻസ്ഡ് ആയിട്ടും നല്ല പ്രൊജക്റ്റിംഗ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ജിമ്മിൽ പോകാതെ തന്നെ അവരുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഫേസ് നല്ല കോണ്ടൂറിംഗ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത് വിത്തൗട്ട് മേക്കപ്പ്. അപ്പൊ അതെങ്ങനെ അവർക്കത് കിട്ടുന്നത് നിങ്ങൾക്ക് അറിയാമോ? വേറൊന്നുമല്ല, സിമ്പിൾ ആയിട്ടുള്ള ഫേഷ്യൽ മസാജ് ആൻഡ് ഫേഷ്യൽ യോഗ. പിന്നത്തെ ഈ സമയത്ത് കുറെ പേർക്കെങ്കിലും അറിയായിരിക്കാം ഫേഷ്യൽ മസാജ് അതുപോലെ ഫേഷ്യൽ യോഗയുടെ ഇമ്പോർട്ടൻസ്. എന്നാൽ വളരെ കുറച്ച് ആൾക്കാർക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയാത്തവരുണ്ട്. അപ്പം അറിയാവുന്നവർക്കും അറിയത്തില്ലാത്തവർക്കും വേണ്ടി കൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ. ഞാനിത് പറഞ്ഞു കൊടുത്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. എനിക്ക് തന്നെ വളരെ നല്ല റിസൾട്ടാണ്. ഞാൻ അത്യാവശ്യം നല്ല വണ്ണം വെച്ചിരുന്ന സമയത്ത് എൻ്റെ ഫേസ് അത്യാവശ്യം നല്ല മെലിഞ്ഞായിരുന്നു കേട്ടോ ഇരുന്നത്. ഞാൻ ഈ ഫേഷ്യൽ യോഗ ഫേഷ്യൽ മസാജ് ഏകദേശം ഒരു 3 to 4 years ആയിട്ട് ഞാൻ കണ്ടിന്യൂസ്ലി എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. വളരെ നല്ലതാണ്. നമ്മുടെ സ്കിന്നിന് ഒരു നാച്ചുറൽ ഒരു അകത്തുനിന്ന് തന്നെ ഒരു ഗ്ലോ വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആവാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ പിമ്പിൾസ് കുറയാൻ ഡാർക്ക് സ്പോട്ട്സ് കുറയാനായിട്ടൊക്കെ ഫേഷ്യൽ മസാജ് ചെയ്യുന്ന ആ ഓയിൽ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു സെപ്പറേറ്റ് ഓയിലാണ് കേട്ടോ ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. വളരെ നല്ലതാണ്. ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. ഒരു 15 years എബോവ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും ഇത് ചെയ്യുന്നു. 15 years എബോവ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും ഇത് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഈവൻ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഫേഷ്യൽ മസാജ് ആൻഡ് ഫേഷ്യൽ യോഗ അവരുടെ മോർണിംഗ് റുട്ടീനിൽ ശരിക്കും പറഞ്ഞാൽ വേണം. അതാണ്, നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട. ജസ്റ്റ് ഒരു 3 minutes എടുത്ത് മതി നമ്മളൊരു ഫേഷ്യൽ യോഗ ഫേഷ്യൽ മസാജ് ചെയ്യാനായിട്ട്. ഒരു 10 minutes 15 minutes ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നമ്മുടെ ഫേഷ്യലിൻ്റെ ഒരു എന്താ പറയുക ഫേഷ്യൽ പഫിനെസ്, നല്ല വീർത്ത് കെട്ടിയിരിക്കുന്നത്, കൺപോളം നല്ല വീർത്ത് കെട്ടിയിരിക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ഡബിൾ ചിൻ, ഇതിനൊക്കെയാണ് നമ്മൾ ഫേഷ്യൽ മസാജ് ആൻഡ് ഫേഷ്യൽ യോഗ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു എന്താ പറയുക ഇപ്പോഴത്തെ കാലത്തെ ബ്യൂട്ടി ഐക്കൺ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ഫേഷ്യൽ ഫീച്ചേഴ്സും പ്രൊജക്ട് ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെ ജോലൈനൊക്കെ നല്ല എടുത്തറിയുന്നത് വളരെ നല്ലതാണ് നമ്മളൊരു യങ് ലുക്കിലേക്ക് മാറ്റാനായിട്ട്. ഇനി ഫേഷ്യൽ യോഗ ഫേഷ്യൽ മസാജ് എന്ന് പറയുന്നത് അതൊരു എന്താ പറയുക യങ് ലുക്കിലേക്ക് മാറ്റാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യും. ഒരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടിയും കൂടെ ഉള്ളതാണ് ഫേഷ്യൽ യോഗ ആൻഡ് ഫേഷ്യൽ മസാജ്. ഞാൻ രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇൻട്രോ ഇതുപോലെ ഞാൻ വിശദീകരിച്ച് പറയാനായിട്ട് കാരണം കുറേ പേർക്കെങ്കിലും ഇതിനെക്കുറിച്ച് നല്ല ഡൗട്ടുകൾ കാണും. അപ്പോൾ ഞാൻ ജസ്റ്റ് കയറി ഓക്കെ ഇത് ഫേഷ്യൽ യോഗ ഫേഷ്യൽ മസാജ് എന്നൊക്കെ പറയുമ്പോൾ അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെക്കൻഡ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന ഓയിലാണ്. നമുക്ക് ചുമ്മാ നമ്മുടെ ബെയർ ഹാൻഡ്സ്, അതായത് നമ്മുടെ സാധാ കൈ വെച്ചിട്ട് ഒരു ഓയിലോ അങ്ങനത്തെ സ്മൂത്ത് ആയിട്ടുള്ള സാധനങ്ങളില്ല എങ്കിൽ ഫ്രിക്ഷൻ കൂടാനായിട്ടും നമ്മുടെ സ്കിൻ ഇറിറ്റേഷൻ വരാനായിട്ടും ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഓയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം, ഫ്ലാക്സീൻ്റെ ജെല്ലി യൂസ് ചെയ്യാം, പിന്നെ കാരിയർ ഓയിൽസ് യൂസ് ചെയ്യാം. അപ്പം ഞാൻ ഫേഷ്യൽ യോഗ ഫേഷ്യൽ മസാജ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓയിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ആക്നെ പ്രോൺ ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ റെഗുലർ യൂസ് ചെയ്യുന്ന മോയ്സ്ചർ വെച്ചിട്ട് നിങ്ങൾക്ക് ഫേഷ്യൽ മസാജ് ചെയ്യാവുന്നതാണ്. നോർമൽ ടു ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഒരു ഓയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ആക്നേസിനെ ട്രിഗർ ചെയ്യാനായിട്ടും ആക്നേസ് വരാനായിട്ടുള്ള ചാൻസ് കുറയ്ക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓയിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എപ്പോഴും ഇപ്പം ഡ്രൈ സ്കിൻ ആണെങ്കിലും നോർമൽ സ്കിൻ ആണെങ്കിലും നിങ്ങൾ ഒരിക്കലും കോക്കനട്ട് ഓയിൽ എടുക്കരുത്. അത് കൊമഡോജനിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് നമ്മുടെ പോഴ്സിനെ ക്ലോഗ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കോക്കനട്ട് ഓയിൽ എടുക്കാതിരിക്കുക. കാസ്റ്റർ ഓയിൽ, സെസമി ഓയിൽ, ഇങ്ങനത്തെ ഉള്ള ഓയിൽസ് ഒക്കെ അവോയ്ഡ് ചെയ്യണം. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഓയിൽ എന്ന് പറയുന്നത് ആൽമണ്ട് ഓയിലാണ് കേട്ടോ. ഈ ആൽമണ്ട് ഓയിൽ പ്ലെയിൻ അല്ല, ഞാൻ ഇതിലേക്ക് കുറച്ച് ആയുർവേദിക് കൂട്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇത് ഏകദേശം തീരാറായിട്ട് ഇത്രയും കൂടി ഉള്ളത്. ഇപ്പം ഞാൻ ആൽമണ്ട് ഓയിൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ആൽമണ്ട് ഓയിൽ മാത്രം വെച്ചിട്ട് ഞാൻ കുറച്ച് ആയുർവേദിക് കൂട്ടുകളൊക്കെ വെച്ച് കാച്ചി എടുത്തിട്ടുള്ള ഒരു ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് കുറച്ച് ബ്രൈറ്റനിങ് കിട്ടും. നമുക്ക് അകത്തുനിന്ന് തന്നെ നമുക്കൊരു ഗ്ലോയിങ് വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു ഓയിലും കൊണ്ട് തന്നെ ഒരുപാട് ബെനിഫിറ്റ്സുകളുണ്ട്. ഇനി ആൽമണ്ട് ഓയിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം സ്വീറ്റ് ആൽമണ്ട് ഓയിൽ എടുക്കുക, അല്ലെങ്കിൽ 100% പ്യുവർ കോൾ കംപ്രസ്ഡ് ആൽമണ്ട് ഓയിൽ എടുക്കുക. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 100% കോൾ കംപ്രസ്ഡ് ആൽമണ്ട് ഓയിലാണ്. ഇത് നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യാം, അതായത് ട്രീ ഓയിൽ, അതുപോലെ തന്നെ റോസ്മേരി ഓയിലൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. നമ്മളൊരു ഫ്യൂ ഡ്രോപ്സോളം ആഡ് ചെയ്താൽ മതി. വളരെ നല്ല ബെനിഫിറ്റ് ആണ്. പ്രത്യേകിച്ച് ആക്നെ ഒക്കെ ഉള്ളവർക്ക് വളരെ നന്നായിട്ട് യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ ഇൻട്രോ വലിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ അതിനെക്കുറിച്ച് അറിയാനായിട്ടാണ്. കാരണം നമ്മൾ പെട്ടെന്ന് ഫേഷ്യൽ മസാജിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്ന ഓയിലിനെ കുറിച്ച് എനിക്ക് പറഞ്ഞുതരാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് ഇൻട്രോ കുറച്ച് വലിച്ചു നീട്ടിയത്. ഇനിയിപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഞാൻ എൻ്റെ ഫേസിൽ യൂസ് ചെയ്ത് നോക്കാം. ആൻറ്റി ഏജിങ് ആണ്, ഫേഷ്യൽ പഫിനെസ്സിന് അടിപൊളിയാണ്. നിങ്ങൾ ലൈഫ് ലോങ് യൂസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് നമ്മുടെ ഫേഷ്യൽ യോഗ അല്ലെങ്കിൽ ഫേഷ്യൽ മസാജ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്തേ നോക്കിയാലോ.
അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഫേഷ്യൽ മസാജ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ആൽമണ്ട് ഓയിലാണ്. ഇതിൻ്റെ ഒരു കൂട്ട്, അതായത് ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വേണമെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അടിപൊളി ഒരു ഓയിലാണ് കേട്ടോ നമുക്ക്. അപ്പോൾ ഇത് ആദ്യം ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രോപ്പ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഒരൊറ്റ ഡ്രോപ്പേ ഞാൻ ആൽമണ്ട് ഓയിൽ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഈ ആൽമണ്ട് ഓയിൽ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ പാമിൻ്റെ, നമ്മുടെ കൈപ്പത്തിയുടെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ആദ്യം ഞാൻ മസാജ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സൈഡ് നമ്മൾ ആൽമണ്ട് ഓയിൽ നന്നായിട്ട് വാം ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫേസിൻ്റെ ഈ ഒരു ഭാഗത്തിലേക്ക്, അതായത് ഈ ഒരു ഭാഗത്തിലേക്ക് ഞാൻ ഈ ഒരു പാർട്ട് മാത്രം വെച്ചിട്ട് നല്ലൊരു മീഡിയം ഫേമിൽ, അതായത് ചെറിയൊരു പ്രഷർ കൊടുത്തിട്ട് ഞാനിങ്ങനെ അപ്വേർഡിലേക്ക് മൂവ് ചെയ്യാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു ഭാഗം മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. അതൊരു 5 times എങ്കിലും നിങ്ങൾ ചെയ്യണം കേട്ടോ. ഇതേപോലെ നിങ്ങൾ ഒരു 5 times അത് ചെയ്യണം. അതേപോലെ തന്നെ ഇനി എഗെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ചീക്ക് ബോൺ ഉണ്ടല്ലോ, ഇതിൻ്റെ താഴത്തെ ഈ ഒരു മസിലിൽ, ഇനി അത് ഞാനൊന്ന് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. എഗെയിൻ കൈപ്പത്തിയുടെ ഈ ഒരു സൈഡിലേക്ക് മാത്രം നമ്മൾ യൂസ് ചെയ്തോളൂ. ആ ഒരു 1 ഡ്രോപ്പ് എണ്ണ തന്നെയാണ് ഞാൻ ഇവിടെയും യൂസ് ചെയ്യുന്നത്. ഞാൻ ഓയിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അതിന് നമ്മളിനി ഇങ്ങോട്ട് സ്ട്രെച്ച് ചെയ്ത് വിടുന്നുണ്ട്. ഇത് ഞാനൊരു 5 times ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3 times ചെയ്യാം, അല്ലെങ്കിൽ ഒരു 5 times ചെയ്യാം. അപ്പം ഇത്രയും 2 ഭാഗം വെച്ച് ഞാൻ അതാണ് ചെയ്യുന്നത്. ഇനി ഞാൻ എൻ്റെ 2 fingers, 2 കയ്യിലെ 2 fingers ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഡ്രോപ്പ് ഓഫ് ഓയിൽ ഒഴിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഡ്രോപ്പ് മാത്രമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതും ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് ഒന്ന് വാം ചെയ്തിട്ട്, ഇത് ഞാൻ വെക്കാൻ പോകുന്ന ഒരു വി ടൈപ്പിലാണ് കേട്ടോ. അപ്പോൾ 2 fingers വി വെച്ചിട്ട് ഈ കണ്ണിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ പ്രഷർ കൊടുത്തിട്ട്, ഇത് നമ്മുടെ ടെമ്പറൽ ഏരിയ ആണ്, ഈ ഏരിയയിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് ലിംഫാറ്റിക് ഡ്രെയിനേജ് ഇങ്ങനെ ഇവിടുന്ന് നമ്മൾ സ്ട്രെച്ച് ചെയ്ത് ഇവിടെ കൊണ്ടുപോയി പ്രഷർ അപ്ലൈ ചെയ്തിട്ട് താഴേക്ക് കൊണ്ടുവരുന്നു. ഇത് നമ്മൾ ഏകദേശം ഒരു 5 timesോളം നമുക്ക് ചെയ്യണം. ഓക്കെ, ഇത് വളരെ നല്ലതാണ് കേട്ടോ. ഫേഷ്യൽ പഫിനെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. ഒരു സ്മാർട്ട് സ്പീഡിൽ നമ്മൾ ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇനി എഗെയിൻ നമ്മൾ ഈ 2 കൈ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഐബ്രോയുടെ ഇവിടെ, അതായത് നമ്മുടെ കണ്ണിൻ്റെ മോൾ ഭാഗം ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് എഗെയിൻ നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ പ്രഷർ അപ്ലൈ ചെയ്തിട്ട് ഇതും താഴോട്ട്. ഇതും ഒരു ലിംഫാറ്റിക് ഡ്രെയിനേജ്. ഇത് നമ്മുടെ കൺപോളയുടെ മുകളിലുള്ള പഫിനെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നു, ഇവിടെ കൊണ്ടുവരുന്നു, താഴേക്ക് വെക്കുന്നു. ഇത് ഞാൻ ചെയ്യുന്നത് ഒരു 5 പ്രാവശ്യത്തേക്കാണ് കേട്ടോ. ഇതാണ് അടുത്തെന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൈപ്പത്തിയുടെ ഈ ഭാഗമാണ്. ഈ ഭാഗത്തിലേക്ക് ഞാൻ ഒരു ഡ്രോപ്പ് എണ്ണ അപ്ലൈ ചെയ്തിട്ട് അതും ഞാനൊന്ന് വാം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണ ആവശ്യത്തിന് കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഡ്രോപ്പ് എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ ഇവിടെ ഒന്ന് വാം ചെയ്യുന്നു. ഇതിങ്ങനെ കയ്യിൽ എണ്ണ ഇട്ട് വാം ചെയ്താൽ നല്ലതാണ് കേട്ടോ. അത് അബ്സോർപ്ഷൻ കൂട്ടാനായിട്ട് നല്ലതാണ്. എന്നിട്ട് നമ്മുടെ ഫോർഹെഡിൻ്റെ ഇവിടെ ഈ ഭാഗം വെച്ച് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യും. ഓക്കെ, ഇത് വളരെ നല്ല റിലാക്സിങ് ആണ് കേട്ടോ. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു മീഡിയം പ്രഷറേ നമ്മൾ അപ്ലൈ ചെയ്യാവുള്ളൂ. ഫേഷ്യൽ മസാജിങ് എപ്പോഴും ഒരു റിലാക്സിങ് മസാജാണ്. നിങ്ങൾ ഹറിബറിയൽ സ്പീഡിൽ ചെയ്യരുത്. വളരെ റിലാക്സ് ആയിട്ടാണ് കേട്ടോ നിങ്ങൾ ചെയ്യാനായിട്ട്. ഇത് ഞാൻ 1 സൈഡിൽ 5 times, ഈ കൈ വെച്ച് 5 times ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഫേസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇനി ഒക്കെ എനിക്ക് ഓയിൽ എടുക്കേണ്ട കാര്യമില്ല. അത്യാവശ്യം എൻ്റെ കയ്യിൽ ഓയിലുണ്ട്. ഒന്നും കൂടെ ഞാൻ നന്നായിട്ട് റബ്ബ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ നമ്മുടെ നെക്ക് ഏരിയ ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ ഈ 4 fingers വെച്ച് മാത്രമാണ് ഞാൻ നെക്ക് ഏരിയ ചെയ്യുന്നത്. 2 കൈയുടെ ഒരു സി വരയ്ക്കുകയാണ് കേട്ടോ നമ്മളിങ്ങനെ. അതായത് ഇവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ സി വരയ്ക്കുന്നു. ഈ കൈ കൊണ്ട് ഇങ്ങോട്ടേക്ക് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് ഞാൻ സി വരയ്ക്കുന്നു. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിൽ ഇങ്ങനെ ചിലർക്ക് ഇങ്ങനെ വരകൾ കാണും. അതൊക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ്. നമ്മുടെ ഡബിൾ ചിൻ മാറാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പം ഇത് ഞാൻ ഈ കൈ കൊണ്ട് ഒരു 5 times, ഈ കൈ കൊണ്ട് 5 times ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കഴുത്തൊന്ന് ജസ്റ്റ് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അങ്ങനെ വൺസ് അത് ചെയ്തതിന് ശേഷം ഇനി അവസാനത്തെ ഒരു എക്സസൈസ് അല്ലെങ്കിൽ മസാജ് എന്ന് പറയുന്നത്, ഇവിടെയാണ് ഞാൻ ഫേഷ്യൽ യോഗ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മൾ സീലിങ്ങിന്റെ മുകളിലോട്ട് നോക്കിയിട്ട് ചുണ്ട് ഇങ്ങനെ പിടിക്കണം. അപ്പോൾ ഇവിടെ നന്നായിട്ട് വലിഞ്ഞു വരുന്ന നമുക്ക് മനസ്സിലാവും. അപ്പോൾ ചുണ്ട് ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് സീലിങ്ങിലേക്ക് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് 3 fingers ആണ്. 2 കൈയുടെയും 3 fingers വെച്ചിട്ട് നെക്കിന്റെ താഴേക്ക് ഇങ്ങനെ ചെയ്യുവാണ്, സീലിങ്ങിലേക്ക് നോക്കിയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്ക് ഏരിയയിലും സ്ട്രെച്ച് അനുഭവപ്പെടും ഇങ്ങനെ.
ഇതും ഞാൻ ഒരു 5 ടൈംസ് ആണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എൻറ്റയർലി നമ്മുടെ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഫേഷ്യൽ മസാജ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇതൊരു റിലാക്സിങ് എക്സസൈസും കൂടിയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഡീപ് ബ്രീത്തിങ് എക്സസൈസ്, അതായത് ശ്വാസം മുകളിലേക്ക് വലിച്ചെടുക്കുക, റിലാക്സ് ചെയ്ത് വിടുക. അങ്ങനെ നമ്മൾ കണ്ണടച്ചിട്ട് ഇങ്ങനെ ഒരു 5 പ്രാവശ്യം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല ബെനിഫിറ്റ് ആവും കേട്ടോ. ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഫേഷ്യൽ പഫിനെസ്സിനൊക്കെ വളരെ ഉപകാരമുള്ളതാണ്. ഇത് നമ്മുടെ ഫേസ് നന്നായിട്ടൊരു അകത്തുനിന്ന് തന്നെ നമുക്ക് ഗ്ലോയിനെസ് നമുക്ക് ഫീൽ ചെയ്യും. നമുക്കൊരു എപ്പോഴും ഒരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ആണുള്ളത് നമ്മുടെ ഫേഷ്യൽ മസാജ്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഓയിലും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചെടുക്കാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം, ഫ്ലാക്സിൻ്റെ ജെല്ല് യൂസ് ചെയ്യാവുന്നതാണ്. ഗുവാഷ, ജെയ്ഡ് റോളർ ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കേട്ടോ കാണാനായിട്ട്. അപ്പം നാളെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം. ബൈ.